സാധാരണ മനുഷ്യർ ഈ യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്നത് നമ്മളെ കൺമുന്നിൽ കാണുകയാണ്. ഇന്നലെ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഇറാൻ തിരിച്ചാക്രമിക്കും എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ടെഹ്റാനിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞുവെങ്കിലും നിലവിൽ ടെഹ്റാൻ ഭാഗത്താണോ ആക്രമണം നടത്തുന്നത് ഇറാൻ? വിശദാംശങ്ങൾ എന്താണ് അശ്വജി? മോദി, എനിക്ക് നമ്മൾ ഈ വാർത്ത തുടങ്ങുമ്പോൾ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കാം. അതായത് ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി ഏറെക്കുറെ ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ മിസൈലുകൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. അതായത് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി എത്തിയിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ പ്രവർത്തനം തുടങ്ങി എന്ന തരത്തിലാണ് ഇസ്രായേലിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഇറാൻ ഈ ഇന്നലെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിന്റെ വ്യാപ്തി എന്തെന്നോ അവിടെ ഇസ്രായേലിൽ വലിയ നാശമുണ്ടായോ എന്നോ ആൾനാശമുണ്ടായോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളില്ല. പക്ഷേ ഏതായാലും ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമപാതയിൽ എത്തിയിരിക്കുന്നു. അത് പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സൈന്യമെന്നും ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഏതായാലും തിരിച്ചടിച്ചു എന്ന് ഉറപ്പായിട്ടുണ്ട്. മോദി സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഒരുപക്ഷെ ഈ യുദ്ധം ഇന്ന് അവസാനിക്കും അല്ലെങ്കിൽ നാളെ അവസാനിക്കും എന്നൊക്കെ നമ്മൾ ഓരോ ദിവസവും പ്രത്യാശ പങ്കുവെക്കുകയായിരുന്നു. പക്ഷേ സാഹചര്യം നിലവിൽ വ്യക്തമാവുന്നത് വളരെ ഗുരുതരമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ്. തീർച്ചയായും രണ്ട് ഭാഗത്തും വലിയ ആൾനാശമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കണക്കുകൾ പ്രകാരം ഇറാനിൽ ഏതാണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 4-5 ദിവസങ്ങളിലായി 224 പേർ മരിച്ചു എന്നതാണ് കണക്ക് പുറത്തു വരുന്നത്. സാധാരണക്കാരായ ജനങ്ങളാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ഭീകരതയും തീവ്രതയും എത്രത്തോളം എന്ന് നിലവിൽ പുറത്തു വന്ന കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഇന്നത്തെ ആക്രമണത്തിന് ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയും ഒക്കെയായി നടത്തിയ ആക്രമണം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ ആക്രമിക്കുന്നു. ഇത്തരത്തിൽ ഇന്നലെ ഉണ്ടായ ആക്രമണത്തിന് ഇറാന്റെ പ്രത്യാക്രമണം ഏത് തരത്തിലാണ് എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. നമുക്ക് ചില ദൃശ്യങ്ങൾ ഇസ്രായേലിൽ നിന്ന് ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ സൈറൻ മുഴങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാമെന്ന് തോന്നുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനിടെ വിഷയത്തിൽ ഉടൻ പരിഹാരമെന്ന് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകുന്നുണ്ട്. അശ്വജിത്ത്, ഈ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് തന്നെ എടുക്കുന്നുണ്ട്. ഇറാൻ ഈ ആണവ കരാറിൽ ഒപ്പുവയ്ക്കണം എന്ന നിർബന്ധപൂർവമായ നിലപാട് തുടക്കം മുതൽ സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ഇറാൻ മറ്റൊരു കാര്യം ഇന്നലെ തന്നെ പറയുകയുണ്ടായി, ഒരു ഒത്തുതീർപ്പിന് സമവായത്തിന് തയ്യാറാണ് എന്നത്. തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് അമേരിക്ക തുടക്കം മുതൽ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഒരു മൗനാനുവാദമോ അല്ലെങ്കിൽ ഒരു പുറത്തു നിന്നുള്ള ഒരു പിന്തുണയൊക്കെ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. അമേരിക്കയുടെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പൂർണ്ണമായ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പൊളിറ്റിക്കൽ വിജയം കൂടിയാവും ഈ ആണവ കരാറിൽ ഇറാനുമായി ഒരു ഡീലിലെത്തുക എന്നുള്ളത്. ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നത്തെ വാക്കുകൾ വളരെ വ്യക്തവുമാണ്. ഇറാനിന് മറ്റു മാർഗങ്ങളില്ല, ഈ ഡീലിൽ അവർ ഒപ്പിടേണ്ടി വരും എന്ന തരത്തിലാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് ആ വാക്കുകൾ. തീർച്ചയായിട്ടും I gave Iran 60 days and they said no, and the 61st you saw what happened. Day 61. So I'm in constant touch, and as I've been saying, I think a deal will be signed or something will happen, but a deal will be signed. And I think Iran is foolish not to sign one. Look, Iran should have signed the deal. അശ്വജിത്ത്, ഇറാന് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവുമോ? തിരിച്ചടിക്കുന്നു എങ്കിൽ പോലും ഇസ്രയേലിന് അമേരിക്കയുടെ ഇത്ര വലിയൊരു പിന്തുണ ഉണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു ഭയത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു ആത്മവിശ്വാസ തകർച്ചയിലേക്ക് ഇറാൻ പോയിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലോ തുടങ്ങിയതല്ല, വർഷങ്ങളായുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ഈ അമേരിക്കയും ഇറാനുമായാലും അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലുമായും ഒക്കെ ഇതിൽ പല
പൊളിറ്റിക്കൽ അജണ്ടകളും തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു സർട്ടനായി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കുമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പൊളിറ്റിക്സ് എന്തായിരിക്കുമെന്നോ ഒറ്റ വാക്കിൽ പറയാനും കഴിയില്ല. അതുകൊണ്ട് ഇറാന്റെ അടുത്ത നീക്കം ഏത് തരത്തിലാണ് എങ്ങനെയാണ് എന്ന് ഒരുപക്ഷെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിലൊരു സാഹചര്യം വിലയിരുത്തുമ്പോൾ നിലവിൽ ഈ ആൾനാശവും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ ഒരു തീവ്രതയും പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് എസ്കലേറ്റ് ചെയ്യാതെ ഈ യുദ്ധം കൂടുതൽ നീണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണുന്നത് തന്നെയാണ് നല്ലതെന്നാണ് അന്താരാഷ്ട്ര സമൂഹമൊക്കെ വിലയിരുത്തുന്നത്. ഇന്ത്യയും അതിൽ വ്യക്തമായ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം ഈ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇതിന്റെ ന്യൂക്ലിയർ ഡീലോ അതെല്ലാം മാറ്റിവെച്ചാൽ ഇവിടെ ബാധിക്കപ്പെടുന്നത് സാധാരണക്കാരാണ്. ഇറാനിലെ ആയാലും ഇസ്രായേലിലെ ആയാലും സാധാരണക്കാരായ ജനങ്ങളാണ്. തീർച്ചയായിട്ടും അത് ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് തന്നെയാണ് നമ്മളെപ്പോഴും ആശങ്കപ്പെടുന്ന ഒരു കാര്യം. ഇന്ത്യക്കാരായ നിരവധി പേർ ഇരു രാജ്യങ്ങളിലും ഉണ്ട് എന്നതാണ്. ഇറാനിൽ നിരവധി വിദ്യാർത്ഥികളടക്കം കശ്മീരിൽ നിന്നൊക്കെ ഒരുപാട് പേർ പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഇറാൻ. ഒപ്പം ഇസ്രയേൽ നിരവധി മലയാളികളടക്കമുള്ളവർ ജോലി ചെയ്യുന്ന ഇടം. ഈ ഇരുഭാഗത്തുമുള്ള ഇന്ത്യക്കാരുടെ സംരക്ഷണത്തിനായി ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാട് എന്താണ്? ഇന്ന് തന്നെ ടെഹ്റാനിൽ നിന്ന് മാറി ഒഴിപ്പിച്ച് കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറം ഒഴിപ്പിച്ച് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കുക ശുചിത്. മോദി കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ടെഹ്റാൻ വിടാൻ ഇന്നലെ തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല ഈ അർമേനിയ വഴിയുള്ള ഒരു ഇവാക്വേഷനാണ് ഇന്ത്യ പദ്ധതിയിടുന്നതെന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയുമാണ്. മറ്റ് ലോകരാജ്യങ്ങളിലും തങ്ങളുടെ പൗരന്മാർ ടെഹ്റാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് അവിടെ നിന്ന് മാറി സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് എത്താനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഏതായാലും ആ ഇവാക്വേഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ പൗരന്മാരെ അർമേനിയ വഴി എത്തിക്കുന്ന നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് ഇപ്പോൾ ഒടുവിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം കൂടെ വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിൽ ഏറെക്കുറെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡും വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതികരിക്കുന്നത്. അതായത് ഇതിലൊരു കൃത്യമായ എസ്കലേഷൻ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇതിനൊരു പരിപൂർണമായ എൻഡ് ഇടാൻ. അതായത് ആ വാക്കുകൾ എങ്ങനെയാണ്, ഇറ്റ്സ് നോട്ട് ഡി എസ്കലേറ്റിംഗ്, ഇറ്റ്സ് ഫോർ എൻഡ് എന്നാണ്, കോൺഫ്ലിക്റ്റ് എൻഡ് എന്നാണ്. അതായത് ഇത് നമ്മൾ യുദ്ധം ദീർഘിപ്പിക്കാനല്ല, യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന തരത്തിലുള്ളൊരു ധ്വനി വെച്ചൊരു സ്വരമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളിലുള്ളത്. അതൊന്ന് കേട്ടുവരാൻ തോന്നുന്നു. Well, look, we had the peace talks. We gave it a chance. We've, clenched our teeth. We did everything we could to enable President Trump to negotiate the desired result, and that would have been preferable for us and I think for everyone. But we saw in the course of the negotiations, while they were negotiating with the United States, the Supreme Leader of Iran, Ayatollah Khamenei, tweeted almost every day, "Death to Israel." The talks were merely a facade. അശ്വത്, ഇത് അവസാനിപ്പിക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോഴും ഈ ആണവ കരാർ എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. അങ്ങനെയെങ്കിൽ ഇത് മധ്യസ്ഥം വഹിക്കാൻ അമേരിക്ക ഈ തരത്തിലൊരു നിലപാടെടുക്കുന്നിടത്തോളം കാലം ഈ യുദ്ധം പെട്ടെന്നൊക്കെ അവസാനിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അതിൻ്റെ ഒരു ആശങ്ക തന്നെയാണ് ലോകം മുഴുവനും പരക്കുന്നതും. ഇന്ത്യയും ഇത് വളരെ കാര്യമായി ബാധിക്കും പശ്ചിമേഷ്യൻ സംഘർഷം. തീർച്ചയായിട്ടും പശ്ചിമേഷ്യൻ സംഘർഷം ഏറെക്കുറെ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മളെയൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസവും എണ്ണവില കൂടുന്നു, സ്വർണ്ണവില, ഇത്തരത്തിൽ അതിൻ്റെ ഒരു വ്യാപാര സൈഡും കൂടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളെയും അത് ബാധിക്കുന്നുമുണ്ട്. മാത്രമല്ല ഈ യുദ്ധം ഒരുപക്ഷെ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ പലത് ഉണ്ട് എങ്കിൽ പോലും മാനുഷികമായി നമ്മൾ പരിഗണിക്കുമ്പോൾ ഇതിൽ എത്രയും പെട്ടെന്നൊരു അവസാനം വരിക എന്നുള്ളതാണ് ലോക ജനത ആഗ്രഹിക്കുന്നതും. ഒരുപക്ഷെ നിരപരാധികളായ ഒരുപാട് മനുഷ്യരാണ് ഇരു രാജ്യങ്ങളിലും കൊല്ലപ്പെടുന്നതും. അത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. അതുകൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന പോലെ തന്നെ എത്രയും പെട്ടെന്നൊരു അന്ത്യം വേണം, ഈ യുദ്ധം മാറി ഒരു സമാധാന സാഹചര്യം വരണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലേ?